സവാള നല്ലോണം വാടണം. ബ്രൗണിഷ് കളറായ വേണ്ടി നമ്മൾ എന്തായാലും സവാള വാട്ടണം. അപ്പോൾ നമ്മുടെ കറിക്ക് മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ല സവാള വളരാനാണ് ശരിക്കും ടൈം എടുക്കുക. അതിനോടൊപ്പം തന്നെ തക്കാളി ഇട്ട് കൊടുക്കണം. കാരണം തക്കാളിയുടെ ആ ഒരു ചുവ മാറണമെങ്കിൽ തക്കാളി നന്നായി വാടണം. എന്നാലേ കറക്റ്റ് നമുക്ക് ഗ്രേവി കിട്ടുമ്പോൾ ഈ രണ്ട് സവാളയും തക്കാളിയും കൂടി മിക്സ് ആയാലേ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് രണ്ടും നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. അത് അത്യാവശ്യം ഒരു 5 മിനിറ്റോളം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. മീൻകറിയുടെ എപ്പോഴും ഗ്രേവിക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. കാരണം മീൻകറി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു കറി വേണ്ട. അതുകൊണ്ട് തന്നെ നല്ല രീതി തന്നെ വെച്ചാലേ നല്ല മുളക് ചാറുണ്ടെങ്കിൽ നല്ലോണം നമുക്ക് ചോറും ഞാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നമുക്ക് ഗ്രേവി എപ്പോഴും നല്ല രീതിയിലാവണം, അടി പിടിക്കരുത്. അപ്പോൾ നമ്മൾ ഈ സവാളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിക്കണം. അത് കഴിഞ്ഞ് പച്ചമുളക് ഒക്കെ ചേർക്കുകയും വേണം. ഇതൊക്കെ നമ്മൾ മീനനുസരിച്ചാണ് ചെയ്യേണ്ടത്. അധികം മീനുണ്ടെങ്കിൽ ഇതനുസരിച്ച് ഇതിൻ്റെ അളവും കൂട്ടണം. ഞാൻ എന്നാലും വന്നിട്ട് നന്നായി വരട്ടിച്ച് അവളെ കൊണ്ട്. ഞാനല്ലത് വെക്കണത്, എൻ്റെ ഭാര്യയാണ്. എന്നാലും ഞാൻ ഓരോന്ന് പറഞ്ഞൊന്ന് വീഡിയോ എടുക്കലാണ് എൻ്റെ പതിവ്. അങ്ങനെ നന്നായി ഒന്ന് വാട്ടി നല്ലോണം അത്യാവശ്യം അത് ഒന്ന് ഇതാക്കണം, വാട്ടണം. ആ തക്കാളിയുടെ സവാളയുടെ കുത്ത് കളഞ്ഞ എല്ലാ മീനുകളും കൂടി നമുക്ക് ഈ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇവ മൂന്നെണ്ണം നമുക്ക് ചേർക്കേണ്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഞങ്ങൾക്ക് കുറച്ചുള്ളൂ, മീൻ കുറച്ചുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതനുസരിച്ച് ചേർന്നത്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഒരു 2-3 ടീസ്പൂൺ ഇടുക. കാരണം നമുക്ക് ഈ തിക്നെസ് കിട്ടണമെങ്കിൽ മുളക് പൊടി ചേർക്കണം. പിന്നെ കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ അതനുസരിച്ച് മതി. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ. അങ്ങനെ അത് മൂന്നും ചേർത്തിട്ട് നന്നായി ഇളക്കാം, ഗ്രേവിയുടെ ടൈപ്പിൽ ഇളക്കാം. കാരണം ഈ പൊടികളൊക്കെ ഒന്ന് നന്നായി ഒന്ന് പിടിക്കണം. അപ്പോൾ നമുക്കൊന്നൊരു ഇതിൻ്റെ പൊടികളുടെ മണം വരണം. അതുവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം, മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റാക്കാം. കാരണം മീൻ കറിക്ക് ഏറ്റവും നല്ലത് ഈ പൊടികൾ അധികം ചേർക്കാതിരിക്കാൻ തന്നെയാണ്. ആവശ്യത്തിന് പൊടി ചേർക്കുക. പിന്നെ നമുക്ക് ഈ മസാലകളൊന്നും അധികം ചേർക്കരുത്, എന്നാൽ നമുക്ക് പഴമയുള്ള മീൻ കറി ഒന്നും നഷ്ടപ്പെടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളി ചേർക്കണം, പുളിയും പുളിവെള്ളവും. അത് അത്യാവശ്യം ഒരു 3 പുളിയാണ് ഞങ്ങൾ എടുത്തേക്കണത്. കാരണം പുളി വേണ്ടവർ അതനുസരിച്ച് ഇടുക, പുളി അധികം വേണ്ടാത്തവർ അതനുസരിച്ച് ഇടുക. 2 എടുത്താലും മതി. അങ്ങനെ നോക്കാം. ഇത് നന്നായി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ആ മണം വരും. മണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പുളിയും കൂടെ ചേർത്തിട്ട് വേണം പിന്നെ ഇങ്ങോട്ട് ഇളക്കി ഒന്ന് റെഡിയാക്കാൻ. കാരണം ഇതൊന്ന് അടി പിടിക്കാണ്ട് നോക്കണം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കരിയരുത്. നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ഇളകിയാലേ അത് കരിയാണ്ട് കിട്ടുള്ളൂ. നമ്മൾ ആവശ്യത്തിന് ആക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഗ്രേവി ആണെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കണം. മീനനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. 1 കപ്പ് ഒഴിക്കുകയെങ്കിൽ നമുക്ക് ഇപ്പോൾ മീൻ കുറച്ചുണ്ടെങ്കിൽ അനുസരിച്ച് വെള്ളം ഒഴിക്കാം. അല്ല അധികം ഉണ്ടെങ്കിൽ ഗ്രേവി അധികം വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കണം. പൊടികളും അപ്പോൾ നമുക്ക് മാറ്റം വരുത്തേണ്ടി വരും. എന്നാലേ അതിൻ്റെ റെഡി ആവുള്ളൂ. അങ്ങനെ ഞങ്ങൾ 1 കപ്പ് വെള്ളമാണ് എടുത്തത്. കാരണം നമുക്കധികം ഗ്രേവി വേണ്ട, കുറച്ചുള്ളൂ മീൻ. അപ്പോൾ ഒരു കപ്പ് വെള്ളം അതനുസരിച്ചുള്ള മീനുള്ളൂ. പിന്നെയും കുറച്ചും കൂടെ ഒഴിച്ച് ഞങ്ങൾ, കാരണം ഇനി ഗ്രേവി കുറച്ചും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം കുറച്ചും കൂടെ ഒഴിച്ച്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ മുളക് പൊടി ഒന്നിട്ട് റെഡിയാക്കാൻ ഒന്ന് മുളക് പൊടി കുറവുണ്ടായി. അപ്പോൾ അത്യാവശ്യം മുളക് പൊടി ഒന്ന് ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റിക്കാൻ വെക്കണം. ഇനി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വറ്റിച്ചിട്ട് വേണം മീനിടാൻ. മീൻ ഓരോന്നായി പറക്കി ഇടണം. എന്നാലേ മീനിലേക്ക് മസാല കാര്യങ്ങളൊക്കെ പിടിക്കുള്ളൂ. അത്യാവശ്യം എന്നിട്ട് ഇത് തിളയ്ക്കണം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് തിളച്ചാലേ ആ ഗ്രേവിയൊക്കെ ഈ മീനിന് പിടിക്കുള്ളൂ. മീൻ എപ്പോഴും നന്നാക്കുമ്പോൾ ഇങ്ങനെ വരവരായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഗ്രേവി പിടിച്ച് നല്ല സ്വാദിൽ കിട്ടും. അപ്പം അങ്ങനെ കൂടുതലും ചെയ്യാൻ നോക്കാം. മീൻ നന്നാക്കുമ്പോൾ തന്നെ നന്നായി വര ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എന്നിട്ട് ഈ തിളച്ച ഗ്രേവിയിലേക്ക് വേണം ഈ മീനിട്ട് അടച്ച് വെക്കണം. കാരണം ഈ മീൻ വേവാനും ഇത് അടച്ച് വെച്ചിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയായി കിട്ടാൻ നമുക്കൊരു 10 മിനിറ്റെങ്കിലും പിടിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ മീനിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ തന്നെ ആ ഗ്രേവിയൊക്കെ ഒന്ന് ഇറങ്ങി അടിപൊളിയായി സെറ്റായി വരുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതിനെടുത്ത് വെച്ച്, കാരണം എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല, എന്നാലും നന്നായി ഒന്ന് തിളച്ച് കിട്ടാൻ ഉള്ള ടൈമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ നമ്മൾ ഇപ്പം കിട്ടാക്കി വെച്ചാൽ മീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലേ ഒരു മീൻ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ലോണം ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് മീൻ.
അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല പുളിയും കുടംപുളി ഇട്ട മീൻകറി.